ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 4:30 മണിക്കാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുക കേട്ടോ. അപ്പോൾ ആ 4:30 മണിക്ക് തുടങ്ങുന്ന വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ഹൈപ്പും സബും കമൻറ്റും ഒക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ 4:30 തന്നെയാണ് ദിവസം തുടങ്ങാറ്. ഇന്നും വേണമെങ്കിൽ 4:30 എഴുന്നേക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം മിനിക്കുട്ടന് ട്യൂഷനില്ല, സ്കൂളില്ല, ഒന്നുമില്ല. പക്ഷെ നമ്മുടെ ശീലങ്ങൾ നമ്മൾ മാറ്റണ്ട. അതിപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഈ 4:30 എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ആ സമയത്തിന് അതിനുശേഷം എനിക്ക് ഉറക്കവും വരില്ല. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റു എക്സസൈസ് തുടങ്ങി. ചെറിയ സിമ്പിൾ എക്സസൈസ് ആണ് കേട്ടോ. അതാണ് എനിക്ക് ഇനി ഒരു ദിവസത്തേക്കുള്ള ഊർജ്ജം തരുന്നത്. ഈ ചെറിയ ചെറിയ എക്സസൈസുകളാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആണ് അടുക്കളയിലേക്ക് വരുന്നത്. അതായത് രാവിലത്തെ ഒരു മുക്കാൽ മണിക്കൂർ ഞാൻ എനിക്ക് വേണ്ടി മാറ്റി വെക്കുന്ന ചെറിയൊരു സമയം. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിലേക്ക് വന്നു. ആ സമയത്ത് തന്നെ വന്നു കേട്ടോ, കാരണം എനിക്കൊന്ന് അമ്പലത്തിൽ പോകണം. കുറേ ദിവസമായി അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അമ്പലത്തിൽ പോകാൻ നടക്കാറേ ഇല്ല, കാരണം മോൻ്റെ ഇതിനൊക്കെ ട്യൂഷന് പറഞ്ഞേക്കലും അതും ഇതൊക്കെ തിരക്കാകുമ്പോൾ പിന്നെ മടിയാവും, പിന്നെ പോകാറില്ല. പിന്നെ എന്തായാലും പോകണമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുക്കളയിലേക്ക് വന്ന ശേഷം, പുറത്ത് നല്ല മഴയാണ് കേട്ടോ, വന്ന ശേഷം പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുകയും പിന്നെ ചുക്കുവെള്ളത്തിൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി, അതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന, ഇതാണ് എൻ്റെ ഒരു ദിവസം. രാവിലെ ദിവസവും ഇതൊക്കെ തന്നെയാണ്. കുറച്ച് സമയങ്ങൾ ഇതൊക്കെ തന്നെ കഴുകൽ, ചുക്കുവെള്ളം ഒഴിച്ച് വെക്കുന്ന ജഗ്ഗ് കഴുകുക, അങ്ങനത്തെ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ചുക്കുവെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു, 2 പാത്രത്തിലാക്കിയിട്ട് അത് ഒഴിച്ച് വെച്ചു. പിന്നെ പുറത്തുള്ള ചുക്കുവെള്ളം ഇതിലേക്ക് ആക്കി വെക്കും കേട്ടോ, ഈ ഒരു ചെമ്പിലേക്ക് ആക്കി. കാരണം എല്ലാവരും പുറത്ത് പോയിട്ട് വെള്ളം എടുത്ത് കുടിക്കാൻ എല്ലാവർക്കും മടിയാവും. അപ്പോൾ ഇവിടെ ഞാനൊരു വലിയ ഒരു പാത്രത്തിൽ ചുക്കുവെള്ളം അതാക്കി വെക്കും. പക്ഷേ ഇന്ന് ചുക്കുവെള്ളം കുറച്ചേ ഉള്ളൂ കേട്ടോ, തീർന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ വെക്കാൻ വിട്ടുപോയി എന്ന് പറഞ്ഞാൽ വിട്ടുപോയി എന്ന് തന്നെ പറയാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ അതിലും വെള്ളം നിറച്ചിച്ചപ്പം ആ പാത്രമൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ചുക്കുവെള്ളമൊക്കെ ഒഴിച്ച് ഇതിലേക്ക് വെക്കും കേട്ടോ. ഈ ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ച് ഈ ചുക്കുവെള്ളം ഒന്ന് ചൂടാക്കും വേണം, കാരണം തണുത്തുണ്ടാവുമല്ലോ പുറത്തുള്ള വെള്ളം, കാരണം മഴയല്ലേ. അപ്പോൾ ഇത് ഇന്ന് കുറച്ചേ വെള്ളമുള്ളൂ. സാധാരണ എന്തായാലും വെള്ളം ഉണ്ടാവാറുണ്ട്. ഇന്നലെ എന്താണെന്നറിയില്ല, ഞാൻ വെച്ചിട്ടില്ല, അതാണ് പറ്റിയത്. ദിവസവും ഞാൻ ചുക്കുവെള്ളം വെക്കാറുണ്ട്, ഇന്നലെ ഞാൻ അതിൽ വെച്ചിട്ടില്ല, വെള്ളം ഉണ്ടല്ലോ എന്ന് എന്തോന്ന് വിചാരിച്ചിട്ട് വെച്ചില്ല. പിന്നെ ആ പാത്രമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇനിയിപ്പോൾ ചുക്കുവെള്ളം വെക്കണമല്ലോ. അപ്പോൾ ഇപ്പം തന്നെ വെക്കണം, എന്നാലേ ഉച്ചയാകുമ്പോഴേക്കും എല്ലാവർക്കും കുടിക്കാനുള്ളത് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ തീരും ഈ വെള്ളം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, കുറച്ച് ഗ്യാസിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ചെമ്പ് നിറച്ചും വെള്ളമാക്കി വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് പുറത്ത് വെക്കുന്നത്. ഇപ്പോഴേക്ക് തൊട്ട് പുറത്ത് പോകാനായിട്ടുമില്ല, കാരണം നല്ല മഴയാണ്, ഇരുടുവാണ്. ഇപ്പം ഒന്നും എനിക്ക് മുറ്റത്ത് ഇറങ്ങാനുള്ള ധൈര്യം ഇല്ല. പണ്ടൊക്കെ ഇറങ്ങിപ്പോയായിരുന്നു, ഇപ്പം ധൈര്യം ഇല്ല കേട്ടോ. നായ്ക്കൾ തന്നെ, ഇനി എത്ര മതിലുണ്ടെങ്കിലും നായ്ക്കളും ഒക്കെ ഉണ്ട്. പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ചുക്കുവെള്ളം വെക്കണമല്ലോ, അപ്പോൾ തലേ ദിവസത്തെ വെണ്ണീരൊക്കെ വാരി അവിടെ അടുപ്പൊക്കെ ഒന്ന് തുടച്ചു. അങ്ങനെ അതൊക്കെ ചെയ്തു വെച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ ആ ഒരു കൂട്ടത്തിൽ തന്നെ കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണത്തിൻ്റെ പരിപാടികളല്ലേ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ രാവിലെ കുറുമയും പിന്നെ ദോശയാണ് കേട്ടോ. ഞാൻ ആദ്യം സാമ്പാറും ദോശയാക്കാമെന്നായിരുന്നു വിചാരിച്ചത്, പിന്നെയാണല്ലോ വിദ്യാഭ്യാസ ബന്ധമാണ് എന്നൊക്കെ അറിഞ്ഞതൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറുമയാക്കാം. കുറച്ച് ഗ്രീൻ പീസും പിന്നെ ക്യാരറ്റും ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, ഒരുപാടൊന്നുമില്ല. അപ്പോൾ ഒരു കഷ്ണം ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങും ഒരു കുഞ്ഞി കഷ്ണം ബീട്രൂട്ടും ഒക്കെ കൂടെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ കുറുമ വെക്കുന്നത് കേട്ടോ. അതുപോലെ കുറച്ച് പച്ചപ്പട്ടാണി ഗ്രീൻ പീസും പുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊരു കൂട്ടാനുണ്ടാക്കാം. പിന്നെ നല്ല ദോശയും കുറച്ച് പുളിയൊക്കെ ഉള്ള ദോശ, ഇതും കൂടെ നല്ല മാച്ച്. ഇതിപ്പോൾ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ ഇത് ടേസ്റ്റാണ്, പക്ഷേ ദോശയ്ക്കും എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെയെങ്കിലും കുറച്ച് ഗ്രീൻ പീസൊക്കെ വീൻകൂട്ടൻ്റെ വയറ്റിലെത്തട്ടെ, പച്ചക്കറികളൊക്കെ എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. ആ ഒരു മസാലേൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ വിനുവിന് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചത്. സാമ്പാറാണ് അവനിഷ്ടം. സാമ്പാർ പിന്നെ എപ്പോഴും സാമ്പാർ തന്നെയല്ലേ രാവിലെ എന്ന്. അപ്പോൾ ഇതൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു, കാരണം എന്നും തിരക്കിട്ടിട്ട് തിന്നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാം, അങ്ങനെ അറിയില്ലേ, തിരക്കിട്ട് കഴിച്ചിട്ടല്ലേ കുട്ടി പോവാറ്. അപ്പം എന്നൊന്ന് ആസ്വദിച്ച് കഴിച്ചോട്ടെ കുട്ടി എന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും തിങ്കൾ തൊട്ട് ഞായർ വരെ എല്ലാ ദിവസവും അവന് പോകണമല്ലോ. അപ്പോൾ എല്ലാ ദിവസവും ഉള്ളത് കൊണ്ട് ഇന്നൊരു ദിവസം ലീവ് കിട്ടിയപ്പോൾ കുട്ടി അവിടെ ഇരുന്നിട്ട് നല്ലോണം നല്ല ടേസ്റ്റോടെ കഴിക്കട്ടെ, അവന് ഇഷ്ടപ്പെട്ട കുറുമക്കറിയൊക്കെ ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അടുപ്പത്തേക്ക് വെക്കുകയാണ്, കുക്കറിൽ അടുപ്പത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ എന്തായാലും മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അമ്പലത്തിൽ പോകണം എന്നുള്ള ഒറ്റ ചിന്തയിലാണ് കേട്ടോ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. മഴയായാലും കുഴപ്പമില്ല എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. കാരണം മഴയാണെന്ന് വിചാരിച്ചിട്ട് മടിക്കുന്നതാണ് അധികം ദിവസം. അപ്പോൾ അത് വേണ്ട, മഴയായാലും വേണ്ടിയില്ലെങ്കിൽ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചുറച്ചതാണ്. അതുകൊണ്ട് വേഗം കാര്യങ്ങളൊക്കെ നടക്കട്ടെ. രാവിലത്തെ ഭക്ഷണമല്ലേ ഉണ്ട്, പിന്നെ ഉച്ചത്തേക്ക് ആകുമ്പോഴേക്കല്ലേ വേണ്ടൂ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ, അത് ഉള്ളി കൂട്ടത്തിലിടണം, ഉള്ളി വഴറ്റുകയാണല്ലോ ചെയ്യുക.
അപ്പോൾ അതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും തക്കാളിയും ഒക്കെ ഞാൻ അറുത്തത് അരിഞ്ഞരിഞ്ഞ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇത് അരിഞ്ഞ് വെക്കാമല്ലോ. ഇനിയിപ്പോൾ തേങ്ങാപ്പാലാക്കിയിട്ടാണ് കേട്ടോ വെക്കുക. രണ്ട് തരത്തിൽ കുറുമ ഉണ്ടാക്കും. വെള്ള നിറത്തിൽ കുറുമ ഉണ്ടാക്കില്ലേ നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ട്, ഇത് ആ ഒരു ടൈപ്പല്ല കേട്ടോ. ഞാനിങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ്. നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് എനിക്കറിയില്ല. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ എന്ന് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ആ തേങ്ങ പൊട്ടിച്ചിട്ടോ, കാരണം തേങ്ങാപ്പാൽ എടുക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ എടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും പാലിങ്ങോട്ട് പിഴിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലോണം ഉള്ള പാൽ മുഴുവൻ കിട്ടും. നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്താലും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ചിരവ ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഈ നൂറ്റാണ്ടിൽ നിരത്തിയിരുന്ന് ചിരവ് വേണമെന്ന് വിചാരിക്കേണ്ട കേട്ടോ. എനിക്ക് നിന്ന് ചിരവുന്ന ചിരവുണ്ട്. അത് മോഹനേട്ടനും മോനും ഒന്നും ചിരവാൻ പറ്റില്ല. അപ്പം ഒരു ഓണോ വിഷുവോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പരിപ്പ് പ്രഥമം വെക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഈ പണിത്തിരക്കിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണം, അതിൽ ചിരവണം. അതിൽ മോഹനേട്ടന് നിന്ന് ചിരവാനാവില്ല. അപ്പോൾ മോഹനേട്ടൻ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ചിരവ വാങ്ങുക, എന്നാൽ ഞങ്ങൾ സഹായിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ചിരവ നല്ല മൂർച്ചയുണ്ട് കേട്ടോ, പുതിയതായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാണ്, ഞാനത് നിലത്തിരുന്നിട്ട് ഒരു മുറി തേങ്ങ ചിരവി എടുത്തു കേട്ടോ. പിന്നെ മോഹനേട്ടന് ചായ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ചായ വെച്ച് കൊടുത്തിട്ട് കൂട്ടാനും കൂടെ ആക്കി വെച്ചിട്ട് വേണം, ചുക്കുവെള്ളവും വെച്ചിട്ട് വേണം എനിക്ക് എന്ത് ചെയ്യാൻ, അമ്പലത്തിൽ പോകാൻ വേണ്ടി. അപ്പോഴേക്കും മീനുക്കൂട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, നീ വരുന്ന അമ്പലത്തിൽ വരുന്നോ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഞാനും വരുന്നുണ്ട് അമ്പലത്തിൽ എന്ന് പറഞ്ഞു. പിന്നെ മഴയത്ത് അവന് പോകാൻ പ്രത്യേക ഒരു ഇൻട്രസ്റ്റും കൂടുതലാണ്. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ നീ കുളിച്ചോ പല്ല് വെച്ചോ എന്നൊക്കെ പറഞ്ഞ് അവനെ വിട്ടുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ചുക്കുവെള്ളം അടുപ്പത്തേക്ക് വെച്ചു. അപ്പോഴേക്ക് നല്ല വെളിച്ചം വന്നല്ലോ. വെളിച്ചം വന്നപ്പോൾ ഞാൻ പുറത്ത് പോയി വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ചുക്കുവെള്ളം അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, കൂട്ടാൻ വെക്കാനുള്ള പരിപാടികളാണ്. അപ്പോൾ ഇതിലെ മസാല എന്ന് പറഞ്ഞാൽ നമ്മുടെ കറുവാപ്പട്ടയും ഗ്രാമ്പും ഏലക്കായും മാത്രമാണ് മസാല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടുന്നത്. അല്ലാണ്ട് ഗരം മസാലേൻ്റെ പൊടിയോ അല്ലെങ്കിൽ മല്ലിപ്പൊടി അങ്ങനത്തെ ഒരു സാധനം ഇടുന്നില്ല കേട്ടോ. ഇതിങ്ങനെ ഈ ഒരു ഫ്ലേവറിലാണ് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ ഇഞ്ചി ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും ഒക്കെ കൂടെ ഒരുമിച്ചതിനിട്ട് അതും ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ വിൻകൂട്ടൻ അവിടെ ഇരുന്നിട്ട് എന്തോ പറയുന്നുണ്ട്. അവനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, നീ അവൻ കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിൽ പോകാമല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞിട്ട് എൻ്റെ കുളി കഴിഞ്ഞിട്ടാട്ടോ അവൻ്റെ കുളി കഴിഞ്ഞു വന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അതിലേക്ക് പിന്നെ ഇതിട്ടു, ഉപ്പ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ ഉപ്പിടുന്നത്. ഉപ്പിട്ടിട്ട് പിന്നെ തക്കാളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വഴറ്റിയെടുത്തിട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിലൊക്കെ പോയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ പോകുന്നതോ അങ്ങനത്തെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കാരണം ഒന്നാമത് മഴ. ഞാൻ ആദ്യം വിചാരിച്ചു ഫോൺ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ മഴയത്ത് ഇനിയിപ്പോൾ ഫോണൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നനഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ടാണ് ഫോൺ എടുക്കാതെ പോയത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കൂട്ടാൻ ഞാൻ എന്താക്കി, അത് എല്ലാം നല്ലോണം തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒക്കെ നല്ലോണം വഴന്ന് വന്നപ്പോൾ പച്ചക്കറികളൊക്കെ അതിൻ്റെ അകത്തേക്ക് വേവിച്ച് വെച്ച കഷ്ണങ്ങളും ഗ്രീൻ പീസും ഒക്കെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് നല്ലോണം കുത്തി ഉടച്ച് കുറച്ച് തേങ്ങാപ്പാലും ഒഴിച്ച് ഒക്കെ റെഡിയായി. പക്ഷെ ഞാൻ ഇതിലൊരു സാധനം ചേർക്കാൻ വിട്ടുപോയി. നിങ്ങൾക്ക് ആർക്കെയും മനസ്സിലായോ ഞാൻ ഇതിലെന്താ ചേർക്കാത്തതെന്ന്? കഷ്ണങ്ങൾ അരിയുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോഴോ എന്തെങ്കിലും ഞാനൊരു സാധനം ഈ കൂട്ടാനിൽ ചേർക്കാൻ മറന്നിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റിന് കുറവൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഒരു ചെറിയൊരു കുറവുണ്ടാവുമല്ലോ എന്തായാലും. പക്ഷെ നല്ല സ്വാദുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് അറിഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ തേങ്ങാപ്പാലും കരിവേപ്പിലയൊക്കെ ഒഴിച്ച് അതൊക്കെ റെഡിയാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടോ. അമ്പലത്തിൽ പോയി വന്നപ്പോൾ മോഹനേട്ടൻ അകങ്കൊല അടിച്ചു പോയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മോഹനേട്ടൻ്റെ കുളിയെല്ലാം കഴിയേണ്ട അപ്പോഴേക്കും മതിയല്ലോ ദോശ എന്ന് വിചാരിച്ചു. അപ്പോൾ മോനേട്ടൻ പറഞ്ഞു, നീ ദോശ ഉണ്ടാക്കുക, എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞതാണ്. അപ്പം ഞാൻ ഇങ്ങനെ വാഴപ്പിണ്ടി നുറുക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ആ മോനേട്ടൻ അത് പറയുന്നത്. പിന്നെ ഞാൻ വേഗം പോയിട്ട് എന്ത് ചെയ്തു, ദോശ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടോ. ദോശ ഉണ്ടാക്കി. ആദ്യം വിൻകുട്ടനെ നേർങ്ങാനുള്ള ദോശ ഉണ്ടാക്കി. ഈ കറിയിൽ എന്താ അറിയോ ഞാൻ ചേർക്കാൻ വിട്ടുപോയത്? മുളകാണ് ചേർക്കാൻ വിട്ടുപോയത്. പച്ചമുളകാണ് ശരിക്കും ചേർക്കേണ്ടത്. പച്ചമുളക് ചേർക്കാനും വിട്ടു, മുളക് പൊടി ചേർക്കാനും വിട്ടു. പക്ഷേ വിൻകുട്ടൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ എന്തോ എരി കുറവുണ്ടല്ലോ അമ്മേന്ന്. അപ്പോഴാണ് ഞാൻ പറഞ്ഞു, ഈശ്വര ഞാൻ ഇടാൻ മറന്നു പോയതാണ്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നും പറയാനൊന്നുമില്ല. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, സ്വാദുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മീൻകുട്ടനുള്ള ദോശ എടുത്തോട്ട് ഞാൻ ചൂടോടെ തന്നെ കൊടുക്കാൻ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാണ്, മീൻകുട്ടനെ ഞാൻ ദോശ എടുത്തോടുത്ത് മോഹനേട്ടന് കട്ടിയിലാണ് കേട്ടോ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ മോഹനേട്ടന് കട്ടിയിൽ ദോശ ഉണ്ടാക്കുക. അപ്പോഴേക്ക് മീൻകുട്ടൻ എന്ത് ചെയ്തു, ഒരു വായ എനിക്ക് തന്നു കേട്ടോ. അവന് കൊടുത്തപ്പോൾ ഒരു ശീലം പോലെ അവൻ എന്ത് ഒരു കഷ്ണം എടുത്ത് എൻ്റെ വായിൽ വെച്ച് വന്നു. അത് കഴിഞ്ഞ് മോഹനേട്ടനുള്ള ദോശയും കൊടുത്ത്. എനിക്ക് റാഗി ദോശയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. റാഗി പൊടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ദോശ ഈ കറിയാണ്. ബാക്കിയുള്ള കറിയൊക്കെ ഞാനൊരു പ്ലേറ്റിലേക്ക് വെച്ചു. അത്രയേ ഉള്ളൂ, കറിയൊക്കെ കറക്റ്റായിരുന്നു. പിന്നെ ഞാനും കഴിച്ചു. ഞങ്ങൾ എന്ത് ചെയ്തു, എല്ലാവരും കൂടെ ടി വിൻ്റെ മുന്നിൽ പോയി ഹാളിൽ പോയിരുന്ന് കഴിച്ചിട്ട് വന്നിട്ടാണ് പാത്രങ്ങൾ കഴുകാൻ തുടങ്ങിയത്. ഇഷ്ടംപോലെ പാത്രമുണ്ട്. കാരണം
ഞാൻ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പേ ഉള്ള പാത്രം, അതായത് മോഹനേട്ടന് രാവിലെ ചായ വെച്ച് കൊടുത്ത പാത്രം മുതൽ ഇപ്പം ഞങ്ങൾ ചായ കഴിച്ച പാത്രം വരെ എല്ലാ പാത്രങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട്. ഇത് നേരം വൈകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം പോയതാണ്, അതുകൊണ്ടാണ് പാത്രം കഴുകാതെ പോയത്. പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ച് ഞാൻ എന്ത് ചെയ്താണ് അരി അടുപ്പത്തേക്ക് ഇടാണ് കേട്ടോ. ഞാൻ പോയപ്പോൾ മഴയായിട്ട് ഡ്രസ്സ് മൊത്തം നനഞ്ഞു പോയി. എന്നിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് മാറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ ഈ നൈറ്റിയൊക്കെ എടുത്തിട്ടത് കേട്ടോ. തലയൊക്കെ മൊത്തം നനഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ തോർത്തെടുത്ത് കുറച്ച് നേരം കൂടെ കെട്ടി വെച്ച് തലയൊക്കെ ഒന്ന് വെള്ളമൊക്കെ പോയ ശേഷം മുടിയൊക്കെ ഒന്ന് ഇങ്ങനെ കെട്ടിയിട്ടിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ചോറിൻ്റെ പരിപാടി നോക്കുന്നത് കേട്ടോ. പിന്നെ മുളപ്പിച്ച ചെറുപയറാണ് കേട്ടോ, അതാണ് ഞാൻ എടുത്ത് കാണിച്ചത്. മുളപ്പിച്ച ചെറുപയറും ആ ഉണ്ണിക്കമ്പ് വാഴപ്പിണ്ടി അത് രണ്ടും കൂടിയാണ് ഉപ്പേരി വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കത് വാഴപ്പിണ്ടി ലാസ്റ്റ് ഇട്ടാൽ മതിയല്ലോ, ചെറുപയർ ആദ്യം ഒന്ന് വേവിച്ചെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ കടുകും മുളകും കരുവേപ്പിലയൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ എന്ത് ചെയ്തു, ആ മുളപ്പിച്ച ചെറുപയർ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. അതിന് ഈ പറഞ്ഞ പോലെ ഇതും അധികം വെന്ത് ഇതാവേണ്ട ആവശ്യമില്ലല്ലോ, അപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ സാമ്പാറിനാട്ടോ അടുപ്പത്തേക്ക് വെക്കുന്നത്. സാമ്പാറിന് പരിപ്പും പിന്നെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഉള്ളിയും തന്നെയാണ് സാമ്പാർ. തേങ്ങ അരയ്ക്കുന്നില്ല കേട്ടോ, സാമ്പാറിന് തേങ്ങ അരച്ചാൽ വിനിക്കൂട്ടന് ഇഷ്ടമല്ല. അതുകൊണ്ട് ആ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും അടുപ്പത്തേക്ക് വെച്ച് കുക്കറിൽ വെച്ചിട്ട് അതും വിസിൽ വരട്ടെ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്കുള്ള മുരിങ്ങക്കായും വെണ്ടക്കയും തക്കാളിയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചു. അപ്പോഴേക്ക് ഇനിയിപ്പോൾ ചെറുപയർ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ചെറുപയർ വെന്തപ്പോൾ ഞാൻ അതിലേക്ക് എന്ത് ചെയ്യണം, നമ്മളെ വാഴപ്പിണ്ടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ അതിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ നേരത്തെ. അപ്പോൾ ഇപ്പോൾ മഞ്ഞളേ ഇട്ടുണ്ടായിരുന്നുള്ളൂ, ഉപ്പിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരുമിച്ച് ഉപ്പൊക്കെ ഇട്ട് വെച്ചു. എന്നിട്ട് അതിലേക്ക് തേങ്ങയും ഉള്ളിയും പച്ചമുളകും കൂടി ഞാനൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു അടുപ്പത്തേക്ക് എന്ത് ചെയ്യണം, നമ്മൾ നുറുക്കി വെച്ച തക്കാളിയും വെണ്ടക്കയും മുരിങ്ങക്കായും കൂടെ ഇട്ട് കൊടുത്തു. അത് വെള്ളമൊഴിച്ച് ഒന്ന് വേവിക്കാൻ വെച്ചു കേട്ടോ. പിന്നെ അപ്പോഴേക്ക് ഞാൻ പറഞ്ഞില്ലേ ചതച്ച് വെച്ചതൊക്കെ തേങ്ങയൊക്കെ അതിലേക്ക് ഇട്ടിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ശരിക്കും അങ്ങോട്ട് എടുത്തു കേട്ടോ. അങ്ങനെ ഉപ്പേരി നല്ല സൂപ്പർ ഉപ്പേരി, ചോറിനെക്കാട്ടും അധികം ഉപ്പേരി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ഉപ്പേരി വേഗം തീരും, എല്ലാവർക്കും ഇഷ്ടമാണ്. ചോറ് കുറച്ചേ കഴിക്കുള്ളൂ, ഈ ഉപ്പേരി ജാസ്തി കഴിക്കും. അപ്പോൾ തക്കാളി ഇതൊക്കെ ഒന്ന് റെഡിയായി വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിലേക്ക് വേവിച്ച് വെച്ച കഷ്ണങ്ങളും പരിപ്പൊക്കെ ഇട്ട് അതിലേക്ക് കുറച്ച് പുളി ഒഴിച്ചു. പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇല്ല, മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കായപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളയ്ക്കാൻ വെച്ചു കേട്ടോ. അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അലക്കാൻ ഇട്ടിട്ടുണ്ട്. ഇന്നൊക്കെ മിഷ്യനിലാണ് ഇന്ന് അലക്കലിട്ടോ, ഒന്ന് കല്ലുമ്മൽ അലക്കിയിട്ടില്ല, മിഷ്യനിൽ അലക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ ആ ഉണങ്ങുന്ന ആ ഡ്രയറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞാൽ അടുത്ത സെറ്റ് തിരുമ്പാനിട്ടു. അപ്പോൾ തിരുമ്പാനിട്ട് കുറച്ച് അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ പരിപാടി അവിടെ നിന്ന് കഴിഞ്ഞോട്ടെ. അപ്പോഴേക്കും നമ്മളെ സാമ്പാറിൻ്റെയൊക്കെ റെഡിയായിട്ടോ. പിന്നെ അതിലേക്ക് എന്ത് ചെയ്യുകയാണ്, ഇതേപോലെ കടുകും മുളകും കരുവേപ്പിലയൊക്കെ കൂടെ വറവിനിടുകയാണ്. പിന്നെ കുറച്ച് സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ നമ്മളെ സാമ്പാറും അവിടെ റെഡി. പിന്നെ എന്താണ് ചെയ്യുന്നത്, അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ, അതൊക്കെ ഒന്ന് കഴുകി വെക്കണം. പപ്പടം കാച്ചിരുന്നു കേട്ടോ, അമ്മേനെ ഫോൺ ചെയ്യുന്ന ആ ഓർമ്മയിൽ പപ്പടം കാച്ചുന്ന എടുക്കാൻ ഞാൻ വിട്ടുപോയി. പിന്നെ അരി അപ്പോഴേക്ക് വെന്തു, അരി എന്ത് ചെയ്താണ് വാർത്ത് വെച്ചു കേട്ടോ. ചോറ് വെന്തപ്പോൾ കഞ്ഞി വെച്ചാൽ വാർത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് അതുവരെയുള്ള പാത്രങ്ങൾ കഴുകി വെച്ചു. ഇപ്പം പാത്രങ്ങൾ കുറഞ്ഞു കേട്ടോ, നേരത്തെ എത്ര പാത്രമായിരുന്നു കഴുകിയത്. അപ്പോൾ ഇപ്പോൾ ഉള്ള പാത്രങ്ങൾ അപ്പം തന്നെ അവിടെ കഴുകി വെച്ചു കേട്ടോ. ഒക്കെ ഒന്ന് കഴുകി അവിടെയൊക്കെ ഒന്ന് തുടച്ചിടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കാണ് കേട്ടോ. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ അത്രയേ ആയിട്ടുള്ളൂ. എനിക്ക് 11:30-12 മണിക്ക് ലൈവ് വരണമല്ലോ, അപ്പോൾ അതും കൂടെ കണക്കൂട്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കെന്താണ് ആ ഉണങ്ങിയ തുണികളൊക്കെ ഒന്ന് വിരിച്ചിടണമെന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ ഇന്ന് നല്ല വെയിലുള്ളതുകൊണ്ട് മുറ്റത്ത് തന്നെയാണ് ഇതൊക്കെ വിരിച്ചിടുന്നത് കേട്ടോ. പിന്നെ ആ ഭാഗമൊക്കെ തുടച്ചു. പിന്നെ ആ കൈക്കല തുണികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് നല്ലോണം അലക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ചപ്പത്തുണികളും കലക്കല തുണികളൊക്കെ നല്ലോണം സോപ്പൊക്കെ ഇട്ട് തിരുമ്പി ആറിയിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അടുക്കളയൊക്കെ നല്ല ക്ലീനാക്കി വെച്ചു കേട്ടോ. പിന്നെ ഇനി എന്താ ചെയ്യാണ്ട്, എനിക്ക് തുടയ്ക്കാനുണ്ട്. ഞാൻ അടിച്ചു വാരൽ മോനേട്ടൻ അടിച്ചു വാരി തന്നൊന്ന്. അപ്പോൾ രാവിലെ ഞാൻ വരുമ്പോൾ ഞാൻ അടുക്കളയൊക്കെ അടിച്ചു വരാം. അപ്പോൾ എന്നാലും ഒന്നും കൂടെ ഞാൻ അടിച്ചു വരും, കാരണം അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പൊടി എന്തായാലും നിലത്ത് തൊഴിയുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്നും കൂടെ ആ നിലമൊക്കെ ഒന്നും കൂടെ അടിച്ചു വാരി കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് തുടച്ചെടുത്താൽ മതി, അത്രയേ ഉള്ളൂ പണി. അപ്പോൾ അതുകൊണ്ട് അതും ചെയ്യാൻ പോയിട്ടോ. അപ്പോഴേക്ക് നമ്മളെ പിന്നെ എന്താ പറയുക, ഞാൻ പ്രതീക്ഷിച്ചില്ല മോനോട്ട് അടിച്ചു വരുന്നത്, എനിക്ക് അത്ര ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് ഞാൻ വരുമ്പോഴേക്ക് അടിച്ചു വരിട്ട് വലിയൊരു കാര്യമല്ലേ, അപ്പോൾ അതുകൂടെ അപ്പോൾ ചെയ്യണ്ടേ. പിന്നെ തുടയ്ക്കാൻ നിന്നു കേട്ടോ. കോലയും ആ ഹാളും ഒക്കെ തുടയ്ക്കുകയാണ്. അപ്പോൾ തുടയ്ക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, പിന്നെ തുടയ്ക്കുകയാണെന്ന് പറയണ്ടല്ലോ. അപ്പോൾ എല്ലാ അകവും കോലയൊക്കെ തുടച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു.
പിന്നെ വിനുക്കുട്ടൻ അവിടെ നിന്ന് ക്വിസ് കണ്ടുകൊണ്ടിരിക്കുക. സോഷ്യൽ സയൻസ് ക്വിസും സയൻസ് ക്വിസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ടി വിയിൽ നോക്കിയിട്ട് പഠിക്കുക കേട്ടോ, ടി വി കാണുകയല്ല. പിന്നെ എന്നെ കണ്ടാൽ പിന്നെ എന്തെങ്കിലും ഒന്ന് വർത്തമാനം പറയണമല്ലോ, അതെന്താ ഇതെന്താന്നൊക്കെ ഒന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കണം. അതേതാ രാജ്യം ഇതേതാ രാജ്യം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവനത് കാണുന്നുണ്ട്. പിന്നെ ഞാൻ പോയി മുടിയൊക്കെ ഒന്ന് കെട്ടി ചീർപ്പ് അതെൻ്റെ തലയിൽ തന്നെ. അത് ഉണങ്ങിയ തുണികളൊക്കെ ഞാൻ എന്ത് ചെയ്യാണ് ഒക്കെ ഈ ബക്കറ്റിലേക്ക് ഇട്ടു. അടുത്ത സെറ്റ് അലക്കാനിട്ടു. ആദ്യത്തെ ഇട്ടത് അലക്കാനിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇട്ട് ഇതൊക്കെ ആറിയിടുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, എപ്പോഴും എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോഴേക്ക് സമയം എത്രയായി നോക്കി നോക്കുക, 11:30. അതായത് 4:30 ഞാൻ തുടങ്ങിയ ഒരു പണിയാണ്, ഇരുന്നിട്ട് പോലുമില്ല. ഈ 11:30 കഴിയുമ്പോഴേക്ക് എൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞു. ഇനി 12 മണിക്ക് ലൈവ് വരണം. അതിൻ്റെ ഇടയിൽ ഞാൻ നാരായണീയം ചൊല്ലി വെച്ചത് എഡിറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ഈ അരമണിക്കൂറിനുള്ളിൽ എനിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഓക്കെ.